ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്ന ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെയും വൺ ഷോട്ട് ക്ലാസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോ താല്പര്യമുള്ളവർക്ക് അത് കാണാം, എന്നിട്ട് ചോദ്യങ്ങൾ നോക്കാം. സോ വലിയൊരു ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം, ഒബ്സർവ് ദ പോസ്റ്റർ ഡിസ്പ്ലേഡ് അറ്റ് ദ പ്രൈമറി ഹെൽത്ത് സെന്റർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. യൂസ് വാക്സിൻസ് as a weapon to fight against disease. How does this vaccine become a weapon to fight against disease? അപ്പോൾ വാക്സിൻസ് എങ്ങനെയാണ് ഡിസീസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വാക്സിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആൻറ്റിബോഡീസിനെ പ്രിപ്പയർ ചെയ്യും. കാരണം നിർവീര്യമാക്കിയിട്ടുള്ള പാത്തോജൻസിനെയാണ് നമ്മൾ വാക്സിൻ മുഖാന്തരം നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ അതിനെതിരെ ആൻറ്റിബോഡീസ് ഉണ്ടാകും. ഈ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സമയത്തേക്ക് നിൽക്കും. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മളെ ബോഡി അത് പ്രൊട്ടക്ട് ചെയ്യും. ഇതാണ് നിങ്ങൾ അവിടെ എഴുതി വെക്കേണ്ട ഉത്തരവെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അനലൈസ് ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ് അബൌട്ട് എ ഡിസീസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. മൊസ്കിറ്റോ ബോൺ ഡിസീസ് ആണ്. അഫക്റ്റഡ് പാർട്ട് എന്ന് പറയുന്നത് സ്പെല്ല് ചെയ്യും. സോ ഡിസീസ് എന്ന് പറയുന്നത് അറിയാം, മന്ത് അഥവാ ഫൈലേറിയാസിസ് ആണ്. ഏത് മൊസ്കിറ്റോ ആണ്? ഫയൽ നോക്കാൻ അല്ലെങ്കിൽ ഫയൽ കൊടുക്കാൻ നമ്മൾ ക്യൂ നിൽക്കണം, അതായിരുന്നല്ലോ കോഡ്. അപ്പോൾ ക്യൂലെക്സ് മൊസ്കിറ്റോ ആണ്. ആ ക്യൂ അല്ല, ഇവിടെ CULEX ആണെന്നുള്ളത് മാത്രം ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ക്യൂലെക്സ് മൊസ്കിറ്റോ ആണ് ഫൈലേറിയാസിസ് പരത്തുന്നത്. Why does the affected part of the body swell? Because the filarial worms will block or obstruct the limb. അല്ലെ, നമ്മുടെ ലിംബാറ്റിക് സിസ്റ്റത്തിലെ ലിംബിനെ ഇത് തടഞ്ഞു നിർത്തുമ്പോൾ ആ ലിംബ് അവിടെ കെട്ടിക്കിടന്നിട്ടാണ് ശരീരത്തിന്റെ ആ ഭാഗം എന്ത് ചെയ്യുന്നത്? വീർത്ത് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന അസുഖങ്ങൾ, അതിൻ്റെ മൊസ്കിറ്റോ ഏത്, കോസിറ്റീവ് വൈറസ് ഏതാ അല്ലെങ്കിൽ പാത്തോജൻ ഏതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടേബിളായിട്ട് ആക്കി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എ ഡിസീസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. എ കണ്ടീഷൻ ഇൻ വിച്ച് cells multiply through abnormal and uncontrolled cell division and spread to other parts of the body. ക്യാൻസറിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. How does this disease spread to other parts of the body? Through blood. അല്ലെ, ക്യാൻസർ സെല്ലുകൾ പരക്കുന്നത് എങ്ങനെയാണ്? ബ്ലഡിലൂടെയും അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ലിംഫിലൂടെയുമാണ് ഇത് പരക്കുന്നത്. വാട്ട് ആർ ദ കോസസ് ഓഫ് ദ ഡിസീസ്? പല കോസസ് നമുക്ക് പറയാൻ പറ്റും. ജനറ്റിക്കൽ ചേഞ്ച്, എൻവയോൺമെന്റൽ ചേഞ്ച്, വൈറൽ ഇൻഫെക്ഷൻസ്, ലൈഫ് സ്റ്റൈൽ ഒക്കെ ഇതിന്റെ കാരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അടുത്ത 13ാമത്തെ ചോദ്യം എന്ന് പറയാൻ പറ്റത്തില്ല, ചോദ്യ നമ്പർ നോക്കണ്ട. അടുത്ത ചോദ്യം, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. കാണുമ്പോൾ തന്നെ അറിയാം. നോക്കി, വിച്ച് പ്രോസസ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇല്ലസ്ട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാതെ ഫാഗോസൈറ്റോസിസ് ആണ്. എന്താണ് സ്റ്റെപ്സ് ഓഫ് ദ പ്രോസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പാത്തോജൻ വരും, റിസപ്റ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഫാഗോസൈറ്റുകൾ ഫോം ചെയ്യും. അല്ലെ, ഫാഗോസൈറ്റുകൾ ഇല്ലെങ്കിൽ ഈ ഫാഗോസൈറ്റുകൾ അറ്റാക്ക് ചെയ്ത് ഫാഗോസോം ഫോം ചെയ്യും. ഈ ഫാഗോസോമിൽ ലൈസോസോം വന്ന് ചേരുമ്പോൾ ഫാഗോ ലൈസോസോമായിട്ട് മാറും. ഫാഗോ ലൈസോസോമിനകത്തുള്ള എൻസൈംസ് ഇതിനെ എന്ത് ചെയ്യും? ഡിസ്ട്രക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ വേസ്റ്റിനെ എക്സ്പെല് ചെയ്യുകയും ചെയ്യും. ഇതാണ് നടക്കുന്നത്, അല്ലേ? അടുത്ത്, സിൻസ് AB ബ്ലഡ് ഗ്രൂപ്പ് ഡസ് നോട്ട് ഹാവ് ആന്റിബോഡീസ്, ഇറ്റ് ക്യാൻ റിസീവ് ബ്ലഡ്സ് ഫ്രം ഡോണേഴ്സ് ഓഫ് ദ എനി ബ്ലഡ് ഗ്രൂപ്പ്. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? വൈ? എഗ്രി ചെയ്യും. കാരണം AB ബ്ലഡ് ഗ്രൂപ്പിന് എന്തില്ല? ആന്റിബോഡീസ് ഇല്ല. ഡോണറിന്റെ ആന്റിജനും റെസിപ്പിയന്റിന്റെ ആന്റിബോഡിയും ആണല്ലോ നമ്മൾ നോക്കേണ്ടത്. അതൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. ഡോണറിന്റെ ആന്റിജനും റെസിപ്പിയന്റിന്റെ ആന്റിബോഡിയും. ആന്റിബോഡി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് ആൾ വന്നു കഴിഞ്ഞാലും ഇവിടെ അറ്റാക്ക് ചെയ്യാൻ ആളില്ലല്ലോ, ആന്റിബോഡി ഇല്ലല്ലോ. സോ ഏത് രക്തഗ്രൂപ്പും സ്വീകരിക്കാം. എങ്കിലും ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല എന്നും കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഒബ്സർവ് ദ ഫോളോയിങ് ഇല്ലസ്ട്രേഷൻ ഓഫ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ബൈ മൊസ്കിറ്റോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഐഡന്റിഫൈ ദ ഡിസീസ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് സിംറ്റംസ്. അപ്പോൾ നമുക്കറിയാം ലിവറിന്റെ ഭാഗം തന്നിട്ടുണ്ട്. സോ അസുഖം എന്ന് പറയുന്നത് മലേറിയയാണ്. അല്ലെ, ഏതാണ്? മലേറിയയാണ്. ഓക്കെ, റൈറ്റ് ഇറ്റ്സ് സിംറ്റംസ്. സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? ഇന്റർമീഡിയറ്റ് ഫീവർ ഉണ്ടാവും, ചിൽസ് ഉണ്ടാവും, ഷിവറിങ്, വോമിറ്റിംഗ് ഒക്കെ എഴുതി വെച്ചാൽ മതി. പ്രിക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് കൊതുക് വരുത്തുന്ന രോഗം ആയതുകൊണ്ട് തന്നെ കൊതുകിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മെത്തേഡ്സ് നിങ്ങൾ എഴുതി വെച്ചാൽ മതിയാകും. അങ്ങനെയാണെങ്കിൽ മലേറിയ പരത്തുന്ന കൊതുകിന്റെ പേരെന്താ? കമന്റ് ചെയ്തേ നോക്കട്ടെ. അടുത്ത ചോദ്യം, ദ ഇല്ലസ്ട്രേഷൻ ഷോസ് എ ഡിസീസ് ദാറ്റ് കോസസ് എക്സസീവ് ബ്ലീഡിംഗ് ഈവൻ ഫ്രം സ്മാൾ വൂണ്ട്. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഏതാണിത്? ഇത് കണ്ടാൽ തന്നെ അറിയാം, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ, ഹീമോഫീലിയ. വാട്ട് ഈസ് ദ കോസ് ഓഫ് ദ ഡിസീസ്? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ പറയുന്ന രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീൻസ്, അല്ലെ, അതിന് സഹായിക്കുന്ന ജീനുകളുടെ ഡിഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ഒരു ജനറ്റിക് ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത്. ഈ പറയുന്നത് ട്രീറ്റ്മെന്റ് ഇല്ല. നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജീൻ തെറാപ്പി അല്ലെങ്കിൽ എന്താണ്, പ്രോട്ടീൻ തെറാപ്പി മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് ഉള്ളൂ. ഓക്കെ, അതാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ട്രീറ്റ്മെന്റ്. അടുത്ത്, അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ XYZ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. കാണുമ്പോൾ തന്നെ അറിയാം, രക്തം കട്ട പിടിക്കുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, അല്ലെ? അപ്പോൾ അത് ഇമ്മ്യൂൺ മെക്കാനിസം ഷോൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ആണ്. പ്രോസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
നമ്മുടെ ശരീരത്തിൽ മുറിവ് സംഭവിക്കുമ്പോൾ അവിടെയുള്ള പ്ലേറ്റ്ലെറ്റുകൾ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ത്രോംബോപ്ലാസ്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ, ത്രോംബോപ്ലാസ്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്താണ് ചെയ്യുന്നത്? ഇത് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. അടുത്ത ഈ ത്രോംബിനാണെങ്കിൽ എന്ത് ചെയ്യും? ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും. ഫൈബ്രിൻ മുറിവിന്റെ ഭാഗത്ത് ഒരു മെഷ് പോലെ ആക്ട് ചെയ്തിട്ട് അവിടെ ബ്ലഡ് പാർട്ടിക്കിൾസ് വന്ന് പറ്റിപ്പിടിച്ചിരുന്നിട്ട് നമുക്കിവിടെ ക്ലോട്ടിങ് നടക്കും. അപ്പോൾ ത്രോംബോപ്ലാസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? പ്ലേറ്റ്ലെറ്റുകളാണ്, ഡാമേജ്ഡ് പ്ലേറ്റ്ലെറ്റുകളാണ്. അത് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ഈ ത്രോംബിൻ എന്ത് ചെയ്യും? ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും. ഫൈബ്രിൻ മെഷ് പോലെ മാറും. അത് പറഞ്ഞു പഠിച്ച് വെക്കുക. illustration and answer the question. Which immune mechanism is shown in the illustration? Inflammation ആണ് കാണിച്ചിട്ടുള്ളത്. How does this process help in destroying the pathogens? അപ്പോൾ എന്ത് പറ്റും? ഇഞ്ചുർഡ് പാർട്ടിൽ ഹിസ്റ്റാമിൻ എന്ന് പറയുന്ന ആൾ വരും അല്ലെ. ഹിസ്റ്റാമിൻ എന്ത് പറ്റും? രക്തക്കുഴലുകളെ വികസിപ്പിക്കും അല്ലെ, ഡയലേറ്റ് ദ ബ്ലഡ് വെസൽസ്. അങ്ങനെ കൂടുതലായിട്ടുള്ള മോണോസൈറ്റ് ന്യൂട്രോഫിലുകളും ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തുകയും അവർ ഡിസീസിനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പാത്തോജൻസിനെ കില്ല് ചെയ്യുകയും ചെയ്യും. അടുത്ത, വിച്ച് ഡിസീസ് അഫക്റ്റഡ് ദ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ? ഏറ്റവും കൂടുതൽ ആൾക്കാരെ അഫക്ട് ചെയ്ത ഡിസീസ് ഏതാണ്? മലേറിയ ആണ്. സജസ്റ്റ് പ്രിക്വേഷൻസ് ടു പ്രിവെന്റ് ഇറ്റ് സ്പ്രെഡ്. മൊസ്കിറ്റോ പ്രിവെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. മലേറിയയിൽ പാരസൈറ്റുകളാണ് പരത്തുന്നത്. ഐഡന്റിഫൈ ദ ബാക്ടീരിയൽ ഡിസീസ് ഫ്രം ദ ഗ്രാഫ്. ഇതിൽ ബാക്ടീരിയൽ ഡിസീസ് എന്ന് പറയുന്നത് ട്യൂബർകുലോസിസും റാറ്റ് ഫീവറും ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഫൈലേറിയാസിസ് ഫൈലേറിയൽ വേർമാണ് പരത്തുന്നത്. A farmer's pepper plantation was visited by an agriculture officer and found that the plants are affected by quick wilt disease. പാത്തോജൻ ഏതാണ് ക്വിക്ക് വിൽറ്റ് ഡിസീസിൻ്റെത്? അത് ഫംഗസ് ആണ്. ഇതാണ് ഫംഗസ് ആണ് പരത്തുന്നത്. സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് മാർക്ക് ഓൺ ദ ലീവ്സ് ആണ് പറയുന്നത്. ഓക്കെ, ബാക്കി സിംറ്റംസ് എഴുതിക്കോളാം. ഡ്യൂറിംഗ് ദ സ്കൂൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് എ സ്റ്റുഡൻറ് വാസ് ഗിവൻ ഓപ്പർച്യൂണിറ്റി ടു മാച്ച് ബ്ലഡ് ഡോണേഴ്സ് ആൻഡ് റെസിപ്പിയൻറ്റ്. വാട്ട് ഫാക്ടേഴ്സ് വുഡ് ബി കൺസിഡർഡ് ഫോർ ദിസ്? അപ്പോൾ രക്തം മാച്ച് ചെയ്യാൻ ഡോണറിന്റെ ആന്റിജൻ, റെസിപ്പിയന്റെ ആന്റിബോഡി, അതുപോലെ RH ഫാക്ടർ നോക്കണം. ഇത്രയാണ് അവിടെ എഴുതി വെക്കേണ്ടത്. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഡോണേഴ്സ് ബ്ലഡ് കണ്ടെയ്ൻസ് ആൻ ആന്റിജൻ ദാറ്റ് ഈസ് നാച്ചുറലി ആബ്സെന്റ് ഇൻ ദ റെസിപ്പിയന്റ് ആന്റിബോഡി? റെസിപ്പിയന്റിന്റെ ബോഡിയിൽ റെസിപ്പിയന്റിന്റെ ആന്റിബോഡിയിൽ ഇല്ലാത്ത ഒരു ആന്റിജൻ ആണ് ഡോണർക്കുള്ളതെങ്കിൽ ഈ പറയുന്ന റെസിപ്പിയന്റെ ശരീരത്തിലുള്ള ആന്റിബോഡികൾ ഈ വരുന്ന ആളെ അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ അഗ്ലൂട്ടിനേഷൻ ഉണ്ടാവുകയും ചെയ്യും. എന്തുണ്ടാകും? അഗ്ലൂട്ടിനേഷൻ ഉണ്ടാകും. അതായത് ഈ പറഞ്ഞ രക്തം വെസൽസിനകത്ത് വെച്ച് തന്നെ കട്ടിപിടിക്കും. അത് രക്തക്കുഴലുകൾ ഹാർട്ടിന്റെ ആർട്ടറീസിലൊക്കെ ചെന്നിട്ട് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ട്. Read the statement. Currently there is no medicine to completely cure the disease. However, through antiretroviral therapy, it is possible to control multiplication of the virus and maintain the patient's immunity. Which disease is mentioned in the statement? How does it affect the body? അസുഖം ഏതാണ് ട്രീറ്റ്മെന്റ് ഇല്ലാത്തത്? എയ്ഡ്സ് ആണ്, അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യുന്ന എങ്ങനെയാണ്? സെക്ഷൽ കോൺടാക്റ്റുകൾ ഒഴിവാക്കുക, അഫക്റ്റഡ് പേഴ്സണുമായിട്ട് സ്റ്റെറൈൽ ആയിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സ്, ഇഞ്ചക്ഷൻ്റെ സൂചി അതൊക്കെ ഉപയോഗിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. The box shows some protein enzyme involving blood clotting. Analyze the information in the box and answer the questions. Explain the process of blood clotting, including the information in the sequential order. അപ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് ആദ്യം വരുന്നത്? ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. ത്രോംബോപ്ലാസ്റ്റിൻ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും, നേരത്തെ പറഞ്ഞു. ബിയോണ്ട് പ്രിവെന്റിംഗ് ബ്ലഡ് ലോസ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ്? എന്താണ്? ബ്ലോക്ക് ദ എൻട്രി ഓഫ് പാത്തോജൻസ് അല്ലെ. മുറിവിൽ ഈ പറയുന്ന രക്തം കട്ടപിടിക്കുന്നത് കാരണം രക്തം പുറത്തോട്ടും പോകത്തില്ല, അതുപോലെ പുറത്തുള്ള പാത്തോജൻസ് ശരീരത്തിനകത്തോട്ട് കടക്കാതിരിക്കുകയും ചെയ്യും. അടുത്ത, the blood test result of 2 individuals are given below. Analyze them and answer the questions. ആന്റിജൻ ഡിയും ബിയും ഇവിടെ ഉണ്ട്. ആന്റിജൻ ബി എന്ന് പറയുമ്പോൾ ബി ഗ്രൂപ്പ്, ഡി എന്ന് വെച്ചാൽ RH ഫാക്ടറാണ്, അപ്പോൾ ബി പോസിറ്റീവ്. ഇവിടെ ആന്റിജൻ ഡി മാത്രമേ ഉള്ളൂ, അതായത് പോസിറ്റീവേ ഉള്ളൂ. ആന്റിജൻ ഒന്നും തന്നെ ഇല്ല എങ്കിൽ അത് ഏത് ഗ്രൂപ്പ്? O ഗ്രൂപ്പ്. സോ ബി പോസിറ്റീവും O പോസിറ്റീവുമാണ് രക്തഗ്രൂപ്പുകൾ. ബ്ലഡ് ഗ്രൂപ്പിംഗ്, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ്? എന്താണ്? നമ്മുടെ പ്രസൻസ് ഓഫ് ആന്റിജനും അതുപോലെ ഈ പറയുന്ന RH ഫാക്ടറും നോക്കിയിട്ടാണ് നമ്മൾ രക്തഗ്രൂപ്പ് തീരുമാനിക്കുന്നത്. ദ നമ്പർ ഓഫ് പേഷ്യൻസ് who saw treatment in an area is given in the form of a graph. Analyze number of patients. Which disease was the most abundantly seen in the area? ഏതാണ്? ഫൈലേറിയാസിസ് ആണ്. പാത്തോജൻ ഏതാണ്? ഫൈലേറിയൽ വേം ആണ്, ക്യൂലെക്സ് മസ്കിറ്റോ. Write the cause and prevention of this disease. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. കൊതുകിനെ കൺട്രോൾ ചെയ്താൽ മതി. An illustration related to a genetic disorder is given. Analyze it and answer the questions. ഏതാണിത്? സിക്കിൾ സെൽ അനീമിയ. Which disease condition is indicated here? സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയുടെ കോസ് എന്ന് പറയുന്നത് ഏതാണ്? അത് ഡിഫക്റ്റ് ആണ്, ജെനറ്റിക് ഡിഫക്റ്റ് ആണ് നമ്മുടെ ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷനിൽ. കണ്ടീഷൻ നമ്മൾ ബോഡി എങ്ങനെ എഫക്ട് ചെയ്യും? RBC എന്ന് പറയുന്നത് സിക്കിൾ സെല്ലായിട്ട് മാറും.
നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റിയെ കുറയ്ക്കും. മാത്രമല്ല ചില സ്ഥലങ്ങളിൽ ഇത് ഇങ്ങനെ തമ്മിൽ ലോക്ക് ചെയ്ത് രക്തത്തിന്റെ ബ്ലോക്ക് ഉണ്ടാക്കാനും സാധ്യത ഉണ്ട്. അടുത്ത ചോദ്യം, പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്ന ആരാണ്? അത് ത്രോംബോപ്ലാസ്റ്റിനാണ് അല്ലെ. സോ ദ എൻസൈം എന്ന് പറയുന്നത് ത്രോംബോപ്ലാസ്റ്റിനാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ത്രോംബിൻ ഇൻ ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട്? ത്രോംബിനാണ് എന്ത് ചെയ്യുന്നത്? ഫൈബ്രിനോജനെ എന്താക്കി മാറ്റുന്നത്? ഫൈബ്രിനാക്കി മാറ്റുന്നത്. ഈ ഫൈബ്രിനാണ് മുറിവിൽ മെഷ് ഉണ്ടാക്കുന്നത്. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഒരു ഐഡിയ കിട്ടിക്കാണ് ഏതൊക്കെ ടോപ്പിക്കിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന്. എങ്കിലും ഈ പറഞ്ഞ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ രീതി വെച്ചിട്ട് ഈ ടോപ്പിക്സ് പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് A+ കിട്ടുമെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ബോർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കാർ വളരെ ബുദ്ധിപരമായിട്ട് നമ്മളെ ഈ പ്രഡിക്ഷൻസിനെയൊക്കെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചോദ്യപേപ്പർ ഇട്ടതായിട്ട് കണ്ടത്. സോ പ്രഡിക്ഷൻസ് ഒന്നും നോക്കി നിൽക്കേണ്ട, ടോപ്പിക്ക് ഫുള്ള് പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് ഇത് ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.